കേരളം അനുഭവിച്ച ഏറ്റവും കൊടും ചൂടിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹാപ്പിയായി ഈ അംഗനവാടിയിൽ പഠിക്കാൻ വന്നു. അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിഞ്ഞു. നമസ്കാരം. നാട്ടിലെ ഒരു വേറിട്ട അംഗൻവാടി പരിചയപ്പെടാം. ചേർത്തലയ്ക്കടുത്ത കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിലെ സ്മാർട്ട് അംഗൻവാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ നിലയിലുള്ള കുട്ടികൾക്ക് വലിയ നിലയിലുള്ള സൗകര്യവും സജ്ജീകരിച്ച ഒരു അംഗൻവാടിയാണ്. ഇവിടെ എയർ കണ്ടീഷൻ ചെയ്തൊരു അംഗൻവാടി, കുട്ടി ലൈബ്രറി സജ്ജമാക്കിയ ഒരു അംഗൻവാടി. 16-ാം വാർഡ് മെമ്പറും കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുന്നു. ഈ AC അംഗൻവാടി, സ്മാർട്ട് അംഗൻവാടി, ഈ കുട്ടികൾക്കായുള്ള ലൈബ്രറി സജ്ജമാക്കിയത് ആദ്യമായിട്ടാണെന്ന് കരുതുകയാണ്. ഇതൊരു സ്വപ്ന പദ്ധതി ആയിരുന്നു. അതെ, ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. തീർച്ചയായും കേരളം അനുഭവിച്ച ഏറ്റവും കൊടും ചൂടിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹാപ്പിയായി ഈ അംഗനവാടിയിൽ പഠിക്കാൻ വന്നു. അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിഞ്ഞു. അംഗനവാടി പഠനമല്ലല്ലോ, കളിയാണ്. കളിയും ചിരിയുമാണ് അംഗനവാടി ഞങ്ങൾ കൺസെപ്റ്റ്. സ്വാഭാവികമായും സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ വീട്ടിൽ പല വീടുകളിലും ഫാനുണ്ടെങ്കിൽ പോലും ആ കൊടും ചൂടിന് സമയത്ത് ഒന്ന് കിടക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. ഇവിടെ എത്രയോ സന്തോഷകരമായാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഈ അംഗനവാടിയിൽ വരാൻ താല്പര്യം കണ്ടത്. എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും വെച്ചതുകൊണ്ട് തന്നെയാണ്. ഈ ലൈബ്രറി ഒരു പ്രത്യേക ലൈബ്രറിയാണ്. ലൈബ്രറിയിലേക്ക് കുറേ പുസ്തകങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരുന്നത്. എന്താണ് ഈ ലൈബ്രറിയുടെ പ്രത്യേകത? ഞങ്ങളൊരു കുട്ടി ലൈബ്രറിയാണ്. കുഞ്ഞു മനസ്സിൽ പുസ്തകത്തോട് ഒരു ഇഷ്ടം തോന്നാൻ, കുഞ്ഞു മനസ്സ് മുതൽ പുസ്തകങ്ങളോട് ഇഷ്ടം തോന്നിയാൽ ഉറപ്പായും വളർന്നു വരുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു തോഴനായി മാറും, പുസ്തകവുമായി അടുപ്പമുള്ളവനായി മാറുമെന്നാണ് ഞങ്ങളൊരു കൺസെപ്റ്റ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ അയൽക്കൂട്ടം എന്ന തരത്തിൽ ഞങ്ങളുടെ പുസ്തകം ശേഖരിക്കുകയായിരുന്നു. ഓരോരുത്തരും സന്തോഷപൂർവ്വമാണ് നിരവധി പുസ്തകങ്ങളുമായി ഇവിടെ എത്തിയത്. കുഞ്ഞുങ്ങൾ പുസ്തകം മറിച്ചു നോക്കും. അതാണ് അത്ര ഞങ്ങൾ കാണുന്നുള്ളൂ. ഒരു പുസ്തകത്തിനകത്തൊന്നും മറിച്ചു നോക്കിയാൽ ഉറപ്പായും ആ കുഞ്ഞിന് ആ പുസ്തകം എന്താണെന്നും പുസ്തകത്തോടൊരു ഇഷ്ടവും ഒക്കെ വരുമെന്നുള്ളൊരു ധാരണയിലാണ് കുട്ടി ലൈബ്രറി. അത് ഞങ്ങളൊരു പുതിയ സംരംഭം. പുസ്തകങ്ങൾ കിട്ടിയത് ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ അയൽക്കൂട്ടം കൺവീനറാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ അധികം പുസ്തകങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു. കൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ, വിദേശത്തുള്ള സുഹൃത്തുക്കൾ വരെ വിദേശത്തുള്ള പുസ്തകങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്ന് അതൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അവരവിടെ നിന്ന് അയച്ചു തന്നു ഞങ്ങൾക്ക് പുസ്തകങ്ങൾ. കുട്ടി ലൈബ്രറി എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് പല ആൾക്കാരും. വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ തന്നെയാണെന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുസ്തകങ്ങളുടെ പുറംചട്ടയും മറ്റേ നോക്കുമ്പോൾ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. ചിത്രങ്ങളാണ് അതിനകത്ത് കൂടുതലായുള്ളത്. കുഞ്ഞിന് താല്പര്യം പുസ്തകത്തോട് പറഞ്ഞാൽ എഴുത്തിനൊക്കെ അപ്പുറം ചിത്രങ്ങളും അവനെ ആകർഷിക്കുന്ന വിഭവങ്ങളുമാണ് ആ പുസ്തകങ്ങളിൽ. അത്തരം പുസ്തകങ്ങൾക്കാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. സാധാരണ നാട്ടിൻപുറത്ത് പലപ്പോഴും ഒരു അംഗൻവാടി കെട്ടിടം ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്, ദുരിതമുണ്ട്. അതുപോലെ തന്നെ ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് സ്വന്തമായ സ്ഥലമാണോ? അതെ, സ്വന്തമായ സ്ഥലം. 2 സെൻറ്റ് സ്ഥലം ഇവിടെ ഒരു മാന്യ വ്യക്തി ഞങ്ങൾക്ക് വിട്ടു തന്നാണ്. അദ്ദേഹം വിട്ടു തന്ന സ്ഥലത്താണ് ഈ കെട്ടിടം ഞങ്ങൾ നിർമ്മിച്ചത്. 14 ലക്ഷം രൂപയെ മൊത്തം ഈ കെട്ടിടത്തിനായുള്ളൂ. അത് ഇവരുടെ എല്ലാവരുടെ ഒരു മാർഗനിർദ്ദേശത്തിലാണ് ഈ കെട്ടിടം പണിതതും. ഉള്ള സൗകര്യങ്ങൾ ഫലപ്രദമായി ഞങ്ങളതങ്ങ് ഉപയോഗിച്ചു. പഞ്ചായത്ത് നന്നായി അംഗനവാടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും മികച്ചതാക്കി മാറ്റണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അംഗനവാടിയിലെ പഠനമല്ല, അവിടെ വരുന്നത് മുതൽ +2 വരെ ഞങ്ങൾ അതിൻ്റെതായ രീതി പഞ്ചായത്തിൽ കൈകാര്യം ചെയ്യണം. അംഗനവാടികളെല്ലാം പഞ്ചായത്തിലെ ഒട്ടുമിക്ക അംഗനവാടികളിലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്ത് പരിശ്രമിച്ചു. എത്ര കുട്ടികളുണ്ട് ഇവിടെ? 13 കുട്ടികളാണ് ഇപ്പോഴുള്ളത്. 13 എന്ന നമ്പർ തന്നെ അല്ല അവിടെ വ്യത്യാസം. ഈ ഓരോ വാർഡിലും 1ഉം 2ഉം അംഗനവാടികളുണ്ട്. അപ്പോൾ ആ വാർഡിലെ കുട്ടികളല്ലേ അംഗനവാടിയിലേക്ക് പുറത്തുനിന്നും വരാൻ സാധ്യതയില്ല. അപ്പം ഇവിടെയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുപാട് ഞങ്ങളെ അംഗനവാടിയിലെ അധ്യാപികമാരാണെങ്കിലും അവരൊക്കെ നന്നായി സ്വകാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്നത്. നല്ല അന്തരീക്ഷം ഞങ്ങൾക്കിവിടെ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പ്രവേശനോത്സവം ഗംഭീരമാകും എന്ന് കരുതാം. പ്രവേശനോത്സവം ഞങ്ങൾ നന്നായി പ്ലാൻ ചെയ്ത് 30-ാം തീയതി ആയിരുന്നു പ്രവേശനം സംസ്ഥാനത്ത് പറഞ്ഞത്. ഞങ്ങളുടെ അയൽക്കൂട്ടം കൺവീനറും അയൽക്കൂട്ടത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പായസവും മിഠായിയും കുരുത്തോലയും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ മഴ അല്ലാതെ ഞങ്ങളെല്ലാവരെയും ബാധിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രവേശനോത്സവം മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രവേശനോത്സവത്തിന് ഈ അംഗനവാടിയിലേക്ക് വരാൻ തയ്യാറായി 10-11ഓളം കുട്ടികളുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൻപുറത്ത് തന്നെ. ഇങ്ങോട്ട് വരാൻ ഇത് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഈ അംഗനവാടിയുടെ മാറ്റം
ജനങ്ങളുടെ മനസ്സിലേക്കും വന്നിട്ടുണ്ടെന്ന് തെളിവാണ് പുതിയതായി കുറേ കുഞ്ഞുങ്ങൾ വരുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അവരെയൊക്കെ വരവേൽക്കുവാൻ ഞങ്ങൾ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അംഗൻവാടിയുടെ നിർമ്മാണത്തിന് വലിയ നിലയിലുള്ള ഒരു സംഭാവന നൽകിയ ഈ ഇവിടുത്തെ അയൽക്കൂട്ടം കൺവീനർ കൂടിയായ സി സത്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വപ്നം സഫലമായി എന്ന് വേണം കരുതാൻ. ഒത്തിരി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നോ ഇങ്ങനെ സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്ന കാര്യത്തിൽ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുള്ളിയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു നല്ലൊരു സ്മാർട്ട് അംഗനവാടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വാർഡ് വികസന സമിതിയും അയൽക്കൂട്ടവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ, ടീച്ചറും മറ്റ് നാട്ടിലുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ നല്ലൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ നല്ല നല്ല കലാപരിപാടികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥയിൽ കിടന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ വളരെ ഭംഗിയായി അത് നല്ല നല്ല ഉപയോഗമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ അയൽക്കൂട്ടമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു ടി വി ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ആവശ്യം ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്കൊരു ആവശ്യം എന്ന രീതിയിൽ പറയാനുള്ളത്. ഇത് സഹകരിച്ച എല്ലാവർക്കും ഈ വേളയിൽ നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ഈ 16-ാം വാർഡിലെ അംഗൻവാടി, കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിലെ അംഗൻവാടി അധ്യാപിക ബിന്ദുവും അതേപോലെ തന്നെ ഹെൽപ്പർ ഉഷയും ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട്. തൃപ്തിയുണ്ടോ? എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നല്ല തൃപ്തിയാണ്. നമ്മുടെ അംഗൻവാടി കുറച്ച് നാളായിട്ട് ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ഇത് പണിത് ഇപ്പോൾ ഫെബ്രുവരി 24 നമ്മളുടെ ഉദ്ഘാടനം നടന്നത്. അത് വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് നടന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ, LMS, അതുപോലെ കുടുംബശ്രീ എല്ലാം മൊത്തത്തിൽ നമുക്ക് നല്ല പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ സംഘടന എല്ലാവരും നല്ല രീതിയിൽ നമ്മളുടെ ഒരു എഫർട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ അംഗൻവാടി ഇങ്ങനെ ഉണ്ടായത്. അതുപോലെ AC ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല ചൂട് കാലത്ത് പോലും കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവരിതിൽ ഉണ്ടുറങ്ങി എല്ലാം പോയി അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. വീട്ടിലെ അന്തരീക്ഷം തന്നെ ഉണ്ട്. അതെ, വീട്ടിലെ അന്തരീക്ഷം തന്നെയാണ്. അവർ രാവിലെ തൊട്ട് കളിയും ചിരിയും അക്ഷരങ്ങളെയൊക്കെ കൂടുതൽ അവർക്ക് ഇതുപോലെ ഇവിടെ കുട്ടി ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവരിൽ അതിലുള്ള കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരതിൻ്റെ പടമൊക്കെ കണ്ട് അല്ലാതെ അവർക്ക് ഒരു കാരണവശാലും നമുക്ക് വായിച്ചു പഠിക്കാനുള്ള ഒരു പ്രായമായില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞു മനസ്സിൽ കണ്ടും കേട്ടും പറയും, അങ്ങനെ കണ്ടും കേട്ടും തൊട്ടും അറിയാനുള്ള ഒരു എന്താണ്. അതെ, അതുപോലെ അവരുടെ 5 വികാസങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ അക്ഷരങ്ങളിലൂടെയല്ല, അല്ലാതെ അവർക്ക് അങ്ങനെയാണ് നമുക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത്. നമ്മൾ അതൊക്കെയാണ് അവർക്ക് ഒരു പുതിയൊരു തലമുറ എങ്ങനെ ഉണ്ടാകും. ഒരു കുഞ്ഞു മനസ്സ് വലുതായി വരുമ്പോൾ അവർക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ടായിട്ട് വളരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗൻവാടിയിൽ അവർ ഒത്തുചേരാനും അവർക്ക് പങ്കുവെക്കാനും എല്ലാം ഉള്ള കഴിവ് നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ഒരുക്കുന്നുണ്ട്. ഈ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിലാണ് രാജ്യത്തിന് മാതൃകയായ ഈ സ്മാർട്ട് അംഗൻവാടി. ഒരുപക്ഷെ രാജ്യത്ത് മറ്റൊരു അംഗൻവാടിയിലും എയർ കണ്ടീഷൻ ചെയ്ത ഒരു അംഗൻവാടി ഉണ്ടാവില്ല എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഒരു കുട്ടി ലൈബ്രറി, അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലെ ലൈബ്രറിക്ക് ആവശ്യമായ കുട്ടികൾക്ക് കൊച്ചു കുരുന്നുകളാണ്. അവർക്ക് വായിക്കാൻ മാത്രമല്ല അവർക്ക് അറിവ് പ്രദാനം ചെയ്യുന്ന നിരവധി കണ്ടന്റുകളുള്ള ഈ കുട്ടി ലൈബ്രറി, അതും സവിശേഷതയാണ്. ഏതാണെങ്കിലും 16-ാം വാർഡിൻ്റെ ഒരു അഭിമാനമാണ്, രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഈ സ്മാർട്ട് അംഗൻവാടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ടൈം, വിൻ മീഡിയ, ചേർത്തല.